എൻ്റെ വിരൽ കണ്ടോ, മുറിഞ്ഞു പോയതാ. എൻ്റെ കൈയുടെ നഖത്തിന് താഴെ ഒരു 3 സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് ഇത്ര വെച്ചിട്ട് കട്ടായി. എൻ്റെ ഊർജ്ജം ഉപയോഗിച്ച്, ആ ഈശ്വരൻ്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റി. അതായിരുന്നു എൻ്റെ തിരിച്ചറിവ്, എനിക്ക് തന്ന തിരിച്ചറിവ്. ആ ഒരു സോള് ഈ കാണുന്ന രൂപത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ സോളിനെ ഞാൻ ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ഒന്നുമല്ല ദൈവം. ആകാശത്തോട്ട് നോക്കണ്ട, നിങ്ങൾ പൂജകളും ചെയ്യേണ്ട, മന്ത്രം ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ദൈവത്തെ, ഈ ചൈതന്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ അമ്പലങ്ങളിലും പള്ളികളിലും പോയി തല കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ഊർജം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യനെ, അവന് എന്ത് രോഗവും മാറ്റിക്കൊടുക്കാൻ കഴിയുമോ? പറ്റും. നമുക്ക് പറ്റില്ല. അത്രയും സിദ്ധിയുള്ള, അത്രയും സാധനങ്ങളും മെഡിറ്റേഷൻ ചെയ്ത ഗുരു എന്ന് പറയുന്നൊരു തലമുണ്ടല്ലോ, ആ ഉയർന്ന തലത്തിലുള്ള ആത്മാക്കൾക്ക്, സോളുകൾക്ക് ഒരു പക്ഷേ എന്തൊരു അസുഖത്തെ മാറ്റാനുള്ളൊരു കഴിവുണ്ട്. ഇത് സത്യമാണോ യഥാർത്ഥത്തിൽ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അകത്ത്. കാരണം ഇത് ആവശ്യക്കാരൻ മാത്രമുള്ള കാര്യമാണ്. ഒരു വിഷയത്തെ നമ്മൾ എന്തിനും വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കണ്ടേ? അതാണ് പ്രശ്നം. അനുഭവം വേറെ, വിശ്വാസം വേറെ. ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസമല്ല അവിടെ പ്രശ്നം. അവൻ്റെ കാര്യം നടക്കണം. എൻ്റെ വിഷയം എന്താണോ, എൻ്റെ പ്രശ്നം എന്താണോ, അതിനൊരു സൊല്യൂഷൻ വേണം. അത്രയും കണ്ടാൽ മതി. ഇതൊരു ഡിബേറ്റിന് വേണ്ടി നമുക്ക് ഈ വിഷയം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ആരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ പറയുന്നില്ല. ആവശ്യക്കാരെന്താണോ അത്. ഇതെന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിധിയുണ്ട്. പല കാര്യങ്ങളും, ചില അസുഖങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നതല്ല. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്, രാഹുലെ, ഏതൊരു അസുഖവും എനർജി ഉപയോഗിച്ച് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഏതൊരു അസുഖം, എന്തൊരു കാര്യവും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ്? ഇപ്പോൾ വലിയ വലിയ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ വിരൽ കണ്ടോ, മുറിഞ്ഞു പോയതാ. 1 ഇഞ്ച് കനത്തിൽ വിരൽ മുറിഞ്ഞു പോയതാ. വിശ്വസിക്കാൻ പറ്റുമോ? അമൃതയിലായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. കണ്ടോ, നിങ്ങൾ നോക്കിക്കോട്ടോ. ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവില്ല. ഇത് ഇത്ര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നഖത്തിന് താഴെ വെച്ച് വിരൽ മുറിഞ്ഞു പോയി, വട്ടം മുറിഞ്ഞു പോയി. ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ നിന്നപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആ കഥയിലൂടെ വേണമെങ്കിൽ തുടങ്ങാം. ഞാൻ ഒരു സ്ഥലം പോകാൻ വേണ്ടി എണീറ്റ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അബദ്ധം പറ്റിയത് എനിക്ക്. എൻ്റെ കൈയുടെ നഖത്തിന് താഴെ ഒരു 3 സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് ഇത്ര വെച്ചിട്ട് കട്ടായി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അത് സംഭവിച്ചു. ശരിക്കും എൻ്റെ വീട്ടിലൊരു കൂട്ടുകാരനുണ്ട്. എനിക്കെന്ത് ചെയ്യണമെന്നൊരു പിടുത്തമുണ്ടായില്ല. ബ്ലഡ് ഇങ്ങനെ ഒഴുകുക, എല്ലും ഉൾപ്പെടെ മുറിഞ്ഞു പോയി. ഞാനിങ്ങനെ കുമ്പിട്ട് അതെടുത്തു, എൻ്റെ വിരലെടുത്തു. എൻ്റെ വീട്ടിലോട്ട് ഇന്ന് അപ്പുറത്തെ റോട്ടിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ അവനോട് പറഞ്ഞ് പിന്നാലെ പോരാന്ന് പറഞ്ഞു. ഞാൻ ഈ വിരലെടുത്ത് പിടിച്ചിട്ട് നേരെ റോട്ടിലോട്ട് നടന്നു. എനിക്ക് ബ്ലഡ് കണ്ടെത്തിയ പ്രശ്നമുള്ള ആളാണ്. പെട്ടെന്ന് ഞാൻ പാനിക്കാവും. ഞാൻ നേരെ ഇങ്ങനെ നടന്ന് റോട്ടിൽ പോയി നിന്ന് ഞാൻ പുറകോട്ടങ്ങ് മറിഞ്ഞു വന്നു. ആൾക്കാർക്ക് മനസ്സിലായി എന്താ അപകടം. അപ്പോൾ തന്നെ എന്നെ ഓട്ടോറിക്ഷ കയറ്റി നേരെ അമൃതയിൽ കൊണ്ടുപോയി. ഞാൻ അമൃത ഹോസ്പിറ്റൽ, വീണ്ടും അടുത്ത അമൃത ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയി ഒരു ഉച്ചയായപ്പോഴേക്കും ഡോക്ടർ വന്നു. വിരൽ നോക്കിയപ്പോൾ പറഞ്ഞു, സീനിയർ ഡോക്ടറെ വിളിച്ചു. ഈ സീനിയർ ഡോക്ടറാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തൊരു ഡോക്ടറുണ്ട് അവിടെ. ജസ്റ്റ് പേര് ഞാൻ വിട്ടുപോയി, എന്താണ് അദ്ദേഹത്തിൻ്റെ, അമൃതയിലെ ഡോക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ട്രീറ്റ്മെൻറ്റിന് വന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ. എൻ്റെ അടുത്ത് പറഞ്ഞു, റോജി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുറിവിരലായിട്ടിരിക്കുന്നു പറഞ്ഞു. കാരണം ഒരു വിരലിൻ്റെ ഇത്ര മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി വളരില്ല, നഖമെല്ലാം പോയില്ലേ, ഇതിങ്ങനെ മുറിഞ്ഞിരിക്കും, ഒരു മുട്ടത്തല പോലെ ഇങ്ങനെ ഇരിക്കുള്ളൂ വിരൽ. എനിക്ക് സങ്കടമായിട്ട് കൊള്ളാം. കാരണം ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ് ആ സംഭവിച്ചത്. അത് ഡോക്ടറെ, എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ എനിക്ക് വിരൽ ഭയങ്കര അത്യാവശ്യമാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല റോജി, ഇപ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന താഴേന്ന് ഇത് മുറിച്ച്, തൊലി മുറിച്ച് വിരലിൻ്റെ മുകളിൽ വെച്ച് കെട്ടാം. ഈ വിരലെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് ചതഞ്ഞു പോയി. വട്ടം മുറിഞ്ഞാൽ മാത്രമേ നമുക്ക് തുന്നിച്ചേർക്കാം. പക്ഷേ എല്ല് ചതഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കാണെങ്കിൽ നമുക്കൊരു ആവശ്യമില്ലാത്തൊരു കാര്യമില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം ദേഷ്യം വന്നിട്ടും പാടില്ല, സങ്കടം വന്നിട്ടും പാടില്ല.
ഇനി എത്ര നാൾ മുറിവിരലെന്ന് പറയുമ്പോൾ അംഗവൈകല്യത്തിലോട്ട് നമ്മൾ കൺവേർട്ടായില്ലേ. പിന്നെ എൻ്റെ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം വീണ്ടും വന്നേക്കാം. അവർ തൊലി മുറിച്ചു, ഡോക്ടർ വന്നു, ആ എല്ല് അവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ കോർത്തിരിക്കണ്ടേ കുറച്ച് എല്ല് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. ഇത്രയും ഭാഗത്ത് തൊലി വെച്ച് കെട്ടി ഇങ്ങനെ ഇരിക്കാൻ വരില്ല. ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ആശ്രമത്തിലോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഗുരു ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തില്ല, എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് കൊള്ളാം. എൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ടിരി, മെഡിറ്റേഷനല്ലേ കയ്യിലിരിക്കുന്നത്, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. നഖം പോയതിന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിരലാണ് മുറിഞ്ഞു പോയിരിക്കുന്നത്. വിരലാണ് മുറിഞ്ഞു പോയിരിക്കുന്നത്. വിരൽ കട്ടായി പോയി. എൻ്റെ വിരലില്ല, എനിക്ക് മൊട്ടത്തലയാ, മനസ്സിലായോ? ഇത്രയില്ല. ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതുവരെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മെഡിറ്റേഷൻ ടൈം എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം 4-5 മണിക്കൂർ മെഡിറ്റേഷൻ ടൈമിലൂടെ കയറിയാൽ ഞാൻ എടുക്കുന്ന എനർജി ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ വിരലിലോട്ടാണ്. എനർജി എടുക്കുന്നു, വിരലിലോട്ട് യൂസ് ചെയ്യുന്നു. 2 മാസം ഡ്രസ്സ് ചെയ്യാൻ പോയി, തിരിച്ചു വന്ന് 2ാമത്തെ ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ വിരൽ ഇങ്ങനെയായി. ഒരിക്കലും സംഭവിക്കില്ല, അറിയാവുന്നവർക്കറിയാം, ഒരിക്കലും സംഭവിക്കില്ല. ഇതിപ്പോൾ എന്താ പ്രശ്നം? ഒരു വിഷയമില്ല. എന്ത് സംഭവിച്ചാൽ ഒന്ന് എൻ്റെ വിശ്വാസം, ഒന്ന് ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്ന എൻ്റെ ഗുരുവിലും എൻ്റെ ഗുരു പരമ്പരയിലും ഭഗവാൻ ശിവനിലും കൃഷ്ണനിലും എൻ്റെ ഗുരുക്കന്മാരിലും ഞാൻ അർപ്പിച്ചിരിക്കുന്ന എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എല്ലാം എൻ്റെ ഊർജ്ജം ഉപയോഗിച്ച്, ആ ഈശ്വരൻ്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി. അതായിരുന്നു എൻ്റെ തിരിച്ചറിവ്, എനിക്ക് തന്ന തിരിച്ചറിവ്. അപ്പോൾ ഈ അപകടം പറ്റി എന്തിനാ? ആ തിരിച്ചറിവിന് വേണ്ടി. എൻ്റെ വിരൽ മുറിഞ്ഞു പോയിട്ട് എനിക്ക് തിരിച്ചറിവ് വന്നത്. മറ്റൊരാൾക്കാണ് ഞാൻ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റൂല. ഞാൻ ഭയങ്കര ടഫാണ്, ഭയങ്കര ഹാർഡ് മൈൻഡ്. എന്നെ അങ്ങനെ ഒരാളെന്തെങ്കിലും കാണിച്ചു എന്നതിന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിരലുകൾ ഒരാവശ്യമില്ലാതെ മുറിഞ്ഞുപോയി. ആ വിരലുകൾ പിന്നീട് 2 മാസത്തെ മെഡിറ്റേഷനിൽ റീപ്രൊഡ്യൂസ് ചെയ്തു. അതെങ്ങനെ ലോജിക്ക് വരെ സംഭവിക്കും? ഡോക്ടറിൻ്റെ അടുത്ത് ഇതിങ്ങനെ സംഭവിക്കില്ല റോജി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ സംഭവിക്കില്ല, കാരണം വട്ടം മുറിഞ്ഞു പോയ വിരൽ മൊട്ടത്തല പോലെ ഇരിക്കുള്ളൂ, പകുതി ഇങ്ങനെ ഇരിക്കുള്ളൂ വിരൽ, അല്ല വേറെ ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. ഈ വിരലാണ് തിരിച്ചു വന്ന് എനിക്കത് ഞാൻ വീണ്ടും സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഡീപ്പായ ഒരു മനുഷ്യൻ്റെ, ഒരു നോർമൽ മനുഷ്യൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ ഡീപ്പായ സൈഡിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, അനുഭവത്തിലൂടെ. അല്ലാതെ ഇങ്ങനെ കാണിച്ചു തരല്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും കാണിച്ചു തരല്ല. അപ്പോൾ എനിക്കിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് സംഭവിക്കില്ല എന്ന് തിരിച്ചറിവ് എനിക്ക്. അവിടെ നിന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കൂ, ട്രസ്റ്റ് ചെയ്യൂ, സറണ്ടർ ചെയ്യൂ. ഇന്നും നാളെയും കൊണ്ട് സംഭവിക്കുന്നതല്ല ഞാൻ പറയുന്നത്, 2 മാസം കൊണ്ട് സംഭവിക്കുന്നതല്ല പറയുന്നത്, സംഭവിക്കും. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സറണ്ടറിങ്ങും, യൂണിവേഴ്സലിനും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ പണം, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ അഹംബോധം, ഈഗോ എല്ലാം സറണ്ടർ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നവും എനർജി ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എൻ്റെ എനർജി അല്ല, നിങ്ങളുടെ എനർജി ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എനർജി ഉപയോഗിക്കണമെങ്കിൽ ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡുകൾക്ക് വേണ്ടി ഒരു ഗൈഡ് വേണം. ആ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഗൈഡൻസ് എനിക്ക് തരാൻ പറ്റും. സറണ്ടർ ചെയ്താൽ എന്തൊരു പ്രശ്നം. ഇനി എത്രയോ പേരാണെന്നറിയോ രാഹുൽ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാണ്ട് ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന ആളുകൾ, ഈ ഇത്രയും പ്രശ്നങ്ങൾ മാറി തിരിച്ചു വരുന്നത്. അത് എങ്ങനെയാണ്? നമ്മുടെ എനർജി ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം. ഈ ലോകം നിൽക്കുന്നു, നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമുക്കത് അസാധ്യമായിട്ട് വരുന്നത്. ഈ യൂണിവേഴ്സിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ കിളി പോവില്ലേ? അത് എന്താണ് സംഭവിക്കുന്നത്? യൂണിവേഴ്സലിൽ പ്രപഞ്ചം, ഭൂമി, നമ്മൾ, വെള്ളം, ചന്ദ്രൻ, സൂര്യൻ തുടങ്ങി നമ്മുടെ കിളി പോകുന്ന ടൈപ്പ് കാര്യങ്ങൾ എനർജി വലയത്തിൽ നിൽക്കുക, ഒരു എനർജിയിൽ നിൽക്കുക. അങ്ങനെയെങ്കിൽ ഈ വിരൽ മുളയ്ക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണോ? ഒരു അസുഖം മാറാന്ന് പറയുന്നത് വലിയ കാര്യമാണോ? നമ്മുടെ മാനസികാവസ്ഥ ചേഞ്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നത് വലിയ കാര്യമാണോ? അല്ല. ആ യൂണിവേഴ്സൽ എനർജിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ജീവശക്തി എന്ന് പറയുന്നത്, പ്രാണോർജ്ജം എന്ന് പറയുന്നത്. ആ പ്രാണോർജ്ജത്തെ ടച്ച് ചെയ്ത് അതിനെ ബൂസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ സാധിക്കും. നിങ്ങൾ ഒരാളുടെ അടുത്ത് പോകണ്ട, ഒരാളുടെ അടുത്ത് പോയി പൈസ മുടക്കണ്ട, നിങ്ങൾ അവിടെ നിന്ന് കുമ്പിട്ട് നിൽക്കണ്ട, നിങ്ങൾ ഈശ്വര എന്നെ സഹായിക്കുന്നു പറഞ്ഞ് നിങ്ങൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സോളിന്
സോൾ എന്ന് പറയുന്ന ദൈവികമായ അംശത്തിന് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് വേണം ചെയ്യാനുള്ള കഴിവുണ്ട്. ആ തിരിച്ചറിവ് എനിക്ക് വന്നു. ആ തിരിച്ചറിവ് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ആളുകളെ ഞാനിപ്പോൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ ശരീരത്തെ വളരെ ലോ ആയ വരുന്ന ആളുകളെ അവരുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ മാറ്റും. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അവരുടെ പ്രശ്നം എന്താണെന്ന്? ചോദ്യമല്ലേ. എൻ്റെ ശരീരത്തിൽ എനിക്കറിയാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതാവണം നിർബന്ധമില്ല. അവിടെയാണ് നമ്മുടെ സോൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സോളിനെ കൃത്യമായിട്ട് അറിയാം നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട, നമ്മുടെ അസുഖങ്ങൾ എന്താണ്, അസുഖങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, നമുക്ക് എവിടെയാണ് ഹീലിങ്സ് വേണം, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ സോളിനെ അറിയാം. നമ്മൾ എന്നാ നമ്മുടെ സോളിനെ നമ്മൾ നോക്കിയിട്ടുള്ളത്? നമ്മൾ മൊത്തം നോക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ. കാമുകിയുടെ മുഖത്ത് നോക്കുന്നു, ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു, അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നു, അമ്മയുടെ മുഖത്ത് നോക്കുന്നു, കൂട്ടുകാരുടെ മുഖത്ത് നോക്കുന്നു, നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നു, അല്ലെങ്കിൽ എന്നെ സഹായിക്കണേ, എന്നെ ഒന്ന് സ്നേഹിക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ടുള്ളത്? ഓക്കെ, എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ എനർജീനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, എങ്ങനെ ആ സോളിനെ ഉയർത്തിക്കൊണ്ടുവരാം. സോൾ ഉയരുമ്പോഴാണ് ബോധത്തിലോട്ട് ഉയരുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഒരു ആത്മാവിന് ഈ ലോകത്ത് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ലല്ലോ. ഇല്ല. അങ്ങനെയെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവില്ലേ? ആത്മാവിന് എന്തും ചെയ്യാൻ പറ്റില്ലേ? അതെന്താ തിരിച്ചറിയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ബോധം വരുന്നില്ല? ഇത് എന്ന് വരെ ബോധം? നിൻ്റെ ഒരു സോള് എന്ന് പറയുന്ന ഒരു ആത്മാവിന് ഈ ലോകത്ത് എന്തും ചെയ്യാൻ പറ്റും. കാരണം അത് ഈശ്വരനാണ്, ഈശ്വര ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് എന്തും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിലിരിക്കുന്ന സോളിന് നിൻ്റെ എന്തൊരു അസുഖത്തിനെയും നിൻ്റെ എന്തൊരു പ്രശ്നങ്ങളെയും നിൻ്റെ എന്തൊരു കണ്ടീഷനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ എന്ത് പറ്റുന്നില്ല? നമ്മുടെ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളോട്ട് പോകുന്നതാ. മനസ്സിലായോ? പണം ഉണ്ടാക്കാനോ മറ്റു പല വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ അതൊക്കെ വേണം, പക്ഷേ അതല്ല ലൈഫ്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഭാഗമുണ്ട്. എത്രയോ വട്ടം നമ്മുടെ ഉള്ളിൽ സോള് പറയുന്നു, നീ അത് ചെയ്യാതെ, നീ അത് ചെയ്യാൻ പാടില്ല, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോഴും നമ്മളെ വളരെ ബേസിക്കായ ഒരു മനുഷ്യൻ്റെ യുക്തി ഉപയോഗിച്ച്, ഇമോഷൻ ഉപയോഗിച്ച് നമ്മൾ ഒന്നിൻ്റെ പുറകെ പോവും. അവിടെ നമുക്ക് അടി കിട്ടും, നമ്മൾ നിലത്ത് വീഴും, പിന്നെ നമ്മൾ എഴുന്നേക്കും. ഒരു വട്ടം പറ്റി, ഇനി പറ്റൂലല്ലോ. പിന്നെ നമ്മൾ പോവും, പിന്നെ നമ്മൾ താഴെ വീഴും, പിന്നെ നമ്മൾ ചെയ്യും. ആലോചിച്ച് നോക്ക്, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ബോധം വന്ന സമയം മുതലേ നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം സെയിമാണ്. ഈ മായയിൽ പെട്ട് നിൽക്കുക. എന്നിട്ട് അസുഖങ്ങളാണ്, അയ്യോ 10 ആശുപത്രി പോയി കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണോ എന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് എന്താണ്. നമ്മൾ എന്തൊരു സുഖം കിട്ടും. അതെ, എവിടെയൊക്കെയൊരു സുഖമുണ്ട് നമുക്ക്. ആ സുഖം ഉണ്ടോ? അതില്ല. ആ സുഖം ഇപ്പം മാത്രമേ ഉള്ളൂ. നാളെ ഇതേ കാര്യം നമ്മൾ വീണ്ടും ചെയ്യണം. എന്ത്? ആ സുഖത്തിന് വേണ്ടി. നാളത്തെ കഴിഞ്ഞ് ഇതേ കാര്യം വീണ്ടും ചെയ്യണം ഈ സുഖത്തിന് വേണ്ടി. സുഖിക്കാൻ വേണ്ടി നമ്മൾ നടക്കാം. എന്തിൻ്റെ സുഖം? ശരീരത്തിന് സുഖം. ഉള്ളിലുള്ള ആളോട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പറയുന്നത് നമ്മൾ മുഖവിലയ്ക്ക് പോലും നമ്മൾ എടുക്കുന്നില്ല. മനസ്സിലായോ? ഉള്ളിലുള്ള ആൾക്ക് നല്ല ആഗ്രഹമില്ലേ? ആ ഒരു സോള് ഈ കാണുന്ന രൂപത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ സോളിനെ ഞാൻ ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അത് എൻ്റെ ശരീരം കൊണ്ട് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ഞാൻ അമ്പലത്തിൽ പോയിട്ടും പള്ളിയിൽ പോയിട്ടും ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഈശ്വരനല്ല അത് ചെയ്യണ്ടേ. ഇത് എത്ര ആളുകൾ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഈശ്വരൻ്റെ കടമയല്ല അത്. ഈ സോളിനെ ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ധർമ്മമോ. അതിനാണ് ശരീരം തന്നിരിക്കുന്നത്. ഈ ശരീരം ഉപയോഗിച്ച് നിത്യമായ സാധനങ്ങളും മെഡിറ്റേഷൻസും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ചെയ്ത് ഉയർത്തി കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ. ആ ഉയർന്നു വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ അടുത്തോട്ട് വരുന്ന ആളുകൾ വിദ്യാഭ്യാസം നല്ല രാഹുല വലുത്, സൗന്ദര്യവും അല്ല വലുത്. ആളുകൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എനിക്ക് വിദ്യാഭ്യാസമല്ല പ്രശ്നമാണ്. എന്തിനു വേണം വിദ്യാഭ്യാസം? എനിക്ക് സൗന്ദര്യമല്ല. എന്തിനാ സൗന്ദര്യം? അയ്യോ ഞാൻ പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. ഇവ എന്ത് പാവപ്പെട്ടതും എന്ത് പണക്കാരനും? ഇതാരാ നമ്മുടെ ഇതൊക്കെ പറഞ്ഞു തന്നെ? എനിക്ക് തോന്നുന്നു സമൂഹം നമുക്ക് അടിച്ചേൽപ്പിച്ചിരുന്ന അല്ലേ കാര്യങ്ങൾ. വേർതിരിവിന് വേണ്ടി ആരൊക്കെയോ നമുക്ക് അടിച്ചേൽപ്പിച്ച് തന്നിരിക്കുന്ന. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം തകർന്നു കിടക്കുന്ന എവിടെയാ? അയ്യോ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയി ഇപ്പം എന്താ? ഇമോഷൻ ബേസ് വിട്ട് പുറത്തോട്ട് വാ. അയ്യോ എന്നെ ഒരുപാട് പേര് പറ്റിച്ചു, പുറത്ത് വാ. ഇതിന് വലുത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അല്ലാതെ എവിടെ ഇങ്ങനെ അങ്ങ് കിടക്കല്ലേ തകർന്ന്. ആർക്കാ പോകുന്നേ? ആ ശരീരത്തിനുള്ളിലെ സോള് നഷ്ടപ്പെട്ടു പോകും. അവസാനം പോയി സൂയിസൈഡ് ചെയ്യുകയോ മരിക്കുകയോ ചെയ്യും. അല്ല, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറേ ഉയർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുക. ആദ്യം നമ്മളെ വിശ്വസിക്കുക. നമ്മളെ വിശ്വസിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. നമ്മളെ വിശ്വസിച്ചാൽ അതാണ് ദൈവവിശ്വാസം. ദൈവത്തിനെ വിശ്വസിക്കുന്നത് അല്ല ദൈവവിശ്വാസം. ഇതെന്നാ തിരിച്ചറിയുന്നത്? ദൈവത്തെ നമ്മൾ പറയുന്ന ദൈവം ബിസിനസ്സാ. അതെ, അതല്ല ദൈവം.
ഈ കാണുന്ന ഒന്നുമല്ല ദൈവം. ആകാശത്തോട്ട് നോക്കണ്ട നിങ്ങൾ പൂജകളും ചെയ്യേണ്ട, മന്ത്രം ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ദൈവത്തെ, ഈ ചൈതന്യത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ അമ്പലങ്ങളിലും പള്ളികളിലും പോയി തല കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിനപ്പുറത്തേക്കാണ് ദൈവം. നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ. എന്തുകൊണ്ട് യുക്തിവാദികളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഞാൻ പറയാൻ കാരണം, യുക്തിവാദികൾ വിശ്വസിക്കുന്നത് അവനവനെയാണ്. നമ്മളെ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതും മറ്റുള്ള ദൈവത്തെ വിശ്വസിക്കുന്നതും അന്ധവിശ്വാസമാണ്. യഥാർത്ഥ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കണവനാണ്. ഉള്ളിലുള്ള ദൈവത്തെ കാണാതെ അവിടെ പോയിട്ട് എന്താ കാര്യം? അവിടെ ഒരു ദൈവം ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന കാര്യമല്ല. അയ്യോ എനിക്ക് മറ്റേ പൈസ വേണേ, അയ്യോ എനിക്ക് മറ്റേ കല്യാണം നടന്നില്ല, അയ്യോ എനിക്ക് കാമുകി പോയി, അയ്യോ എനിക്ക് ഡിപ്രഷനാണ്, ഇത് മാറ്റാൻ വേണ്ടിയിരിക്കുന്ന ഈശ്വരനല്ല. ആ ഈശ്വരന് നമ്മൾ കാണുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഈശ്വരനാണ് എനർജി. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നടക്കും, പല കാര്യങ്ങളും നമുക്ക് പുറത്തു വരും, സന്തോഷം അനുഭവിക്കാം നമുക്ക്. ഇത്രയും കണ്ട് ദുഃഖിച്ചും കരഞ്ഞും ഒന്നും ജീവിതം തീർക്കേണ്ട ഒരു ആവശ്യമില്ല.